നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അസം സ്വദേശി അമിത് പിടിയിൽ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 18,000 പൂരപ്രേമികൾക്ക് അധികമായി സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. BKMU മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. തൃശൂർ അഞ്ചേരിച്ചെറിയിൽ പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടാ സംഘാംഗങ്ങളെ പോലീസ് പിടികൂടി. ചൊവ്വാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ തൃശൂർ മൃഗശാലയിൽ കനത്ത നാശം. വാർത്തകൾ വിശദമായി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അസം സ്വദേശി അമിത് പിടിയിൽ. മാളയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. അസമിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇവിടെ പ്രവർത്തിക്കുന്ന കോഴി ഫാമിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. പുലർച്ചെയാണ് പിടികൂടിയത്. കോട്ടയം ഗാന്ധിനഗർ SHOയും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ തെളിവായി ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. അമിത് ഒറ്റയ്ക്കാണ് അതിക്രൂര കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിൻ്റെ നിഗമനം. കഴിഞ്ഞ ദിവസം പുലർച്ചെ വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് വിജയകുമാറിനെയും മീരയെയും ചോരബാർന്ന് മരിച്ച നിലയിൽ ഇരുമുറികളിലായി കണ്ടെത്തിയത്. വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മുഖത്തും തലയിലും ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 18,000 പൂരപ്രേമികൾക്ക് അധികമായി സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും പരിസരവും സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വരാജ് റൗണ്ടിൽ തന്നെ 250 മീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിലാണ് ഇത്തവണ പൂരപ്രേമികൾക്ക് നിൽക്കാനുള്ള സജ്ജീകരണം ഒരുക്കുന്നത്. സാമ്പിൾ വെടിക്കെട്ടിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കാൻ സാധിക്കുമെന്നും അതിന് പുതിയൊരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും തൃശൂർ പൂരത്തിൻ്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിന് ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. സ്ഥല സന്ദർശനത്തിൽ മന്ത്രിയോടൊപ്പം P. ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, ADM T. മുരളി, തഹസീൽദാർ ജയശ്രീ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ, പോലീസ്, ഫയർഫോഴ്സ്, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. BKMU മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. നെല്ലായി സെൻറ്ററിൽ നടത്തിയ ജാഗ്രതാ സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, R. ഉണ്ണികൃഷ്ണൻ, PC സാജു എന്നിവർ പ്രസംഗിച്ചു. ലോക്കൽ സെക്രട്ടറി PT കിഷോർ, CK ആനന്ദ്, VK കരുണാകരൻ, MR രവി, ഡെന്നീസ് പുളിക്കൻ, സുനന്ദ ശശി, രാജൻ മാസ്റ്റർ, അജിത മാധവൻ എന്നിവർ നേതൃത്വം നൽകി. ഐക്യരാഷ്ട്ര സംഘടന തന്നെ അവരുടെ കണക്കുകളിൽ പറയുന്നത് പല രാജ്യങ്ങളിലും ഏതാണ്ട് 18 വയസ്സിനും 50 വയസ്സിനുമുള്ള ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലുമായി 15% ആളുകൾ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നുവെന്നാണ്. തൃശൂർ അഞ്ചേരിച്ചെറിയിൽ പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടാ സംഘാംഗങ്ങളെ പോലീസ് പിടികൂടി. കേസിലെ പ്രതികളായ 4 പേരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. കേസിലെ പ്രതികളെ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. ചൊവ്വാഴ്ച രാവിലെ 11:30 അഞ്ചേരിച്ചിറ ജംഗ്ഷനിലെ മീനൂട്ടി ചിക്കൻ സെൻറ്റർ ഉടമ സന്തോഷിനെ ഗുണ്ടകൾ വന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കടയ്ക്കുള്ളിൽ ഇരിക്കുകയായിരുന്ന സന്തോഷിനെ യുവാക്കൾ പ്രകോപനമില്ലാതെയാണ് മർദ്ദിച്ച് കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് കുത്താൻ ശ്രമിച്ചത്. സന്തോഷ് കത്തിയിൽ പിടിച്ചതിനാലാണ് രക്ഷപ്പെടാൻ സാധിച്ചത്. സന്തോഷിന് കയ്യിനും തലയ്ക്കും പരിക്കേറ്റിരുന്നു. കേസിൽ ഗുണ്ടകളായ 4 അംഗ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. മാതമംഗലം മരോട്ടിച്ചാൽ സ്വദേശി 19 വയസ്സുള്ള ജിമ്മി എന്ന് വിളിക്കുന്ന ജിബിൻ,
മാടക്കത്തറ വെള്ളാനിക്കര സ്വദേശി 27 വയസ്സുള്ള അനുഗ്രഹ്, പുത്തൂർ തെക്കുംപുറം വീട്ടിൽ 22 വയസ്സുള്ള സീക്കോ, അഞ്ചേരി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ വിജീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതികളെ ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പിടികൂടിയത്. പ്രതികൾ സന്തോഷിനെ ആക്രമിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് പോലീസ് പ്രതികളിൽ നിന്നും വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികളുമായി മുൻപരിചയം ഇല്ലെന്നാണ് സന്തോഷ് പറയുന്നത്. തെളിവെടുപ്പിന് ശേഷം ഗുണ്ടകളെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഒല്ലൂർ പോലീസ്. ചൊവ്വാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ തൃശൂർ മൃഗശാലയിൽ കനത്ത നാശം. വൻ മരങ്ങൾ കടപുഴകി ഹിപ്പോപ്പൊട്ടാമസിൻ്റെയും മ്ലാവുകളുടെയും കൂടുകൾക്കുമേൽ പതിച്ചു. അർദ്ധരാത്രി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് സൂപ്രണ്ടും ജീവനക്കാരും ചേർന്ന്. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയ കനത്ത ചുഴലിയിൽ മൃഗശാലയിലെ വൻമരങ്ങൾ ഓരോന്നായി കടപുഴകി വീണു. പലയിടത്തായി ഏകദേശം 30ഓളം വൻമരങ്ങളാണ് വീണത്. ഇതിൽ ഭൂരിഭാഗം കടപുഴകി തന്നെ വീണു. ഹിപ്പോ അമ്മയും കുഞ്ഞും കിടന്നിരുന്ന കുളത്തിനു മീതെ വൻമരം വീണ് കുളമാകെ മൂടി. നടപ്പാതയിൽ നിന്ന് വൻ ഇത്തിമരമാണ് മ്ലാവുകൾ എന്ന് വിളിക്കുന്ന കലമാനുകളുടെ കൂട്ടിലേക്ക് മറിഞ്ഞത്. മ്ലാവിൻ്റെ കൂടിനു ചുറ്റുമുള്ള ഇരുമ്പിൻ്റെ ബാരിക്കേഡുകൾ തകർന്നു. കനത്ത മഴയെയും കാറ്റിനെയും അവഗണിച്ചാണ് മൃഗശാല സൂപ്രണ്ട് അനിൽകുമാറും ജീവനക്കാരും രാത്രിയിൽ തന്നെ മൃഗങ്ങളുടെ കൂടുകളിലേക്ക് ഓടിയെത്തിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ സൂപ്രണ്ട് ജീവനക്കാരെ വിളിച്ചു വരുത്തുകയായിരുന്നു. കയ്യിൽ കിട്ടിയ ടോർച്ചും സാമഗ്രികളുമായി കൂടിനടുത്തെത്തിയപ്പോൾ ഹിപ്പോ അമ്മയും കുഞ്ഞും കുളത്തിൽ നിന്നും കരയിലേക്ക് കയറി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അമ്മയും കുഞ്ഞും കിടന്നിരുന്ന കുളമാകെ വൻമരം മറിഞ്ഞു വീണ് പൂർണ്ണമായും മൂടിയിരുന്നു. രണ്ടുപേരും സുരക്ഷിതരാണെന്ന് കണ്ടെത്തിയ ജീവനക്കാർ അവയെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കലമാനുകൾ മറിഞ്ഞു വീണ മരച്ചിലകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ജീവനക്കാർ ക്ഷമാപൂർവ്വം ഓരോ കലമാനെയും മൃഗശാലയ്ക്ക് പുറത്തേക്ക് ചാടിപ്പോകാതെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റി. മൃഗങ്ങളുടെ പെരുമാറ്റ രീതികൾ അറിയാവുന്നവർക്കും സംരക്ഷിക്കുന്നവർക്കും മാത്രമാണ് ഇത്തരത്തിൽ മൃഗങ്ങളെ രക്ഷപ്പെടുത്താനാവുക എന്ന് സൂപ്രണ്ട് പറഞ്ഞു. അല്ലാത്തപക്ഷം ഇവ മൃഗശാലയുടെ പുറത്തേക്ക് ചാടിപ്പോകാൻ സാധ്യതയുള്ളതായും സൂപ്രണ്ട് പറഞ്ഞു. ഏകദേശം 500ഓളം വൻമരങ്ങളുള്ള മൃഗശാലയിൽ പലയിടത്തും ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തു. വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും മൃഗങ്ങൾക്കൊന്നിനും അപകടം പറ്റാതെ രക്ഷപ്പെട്ടെന്നും മൃഗശാല സൂപ്രണ്ട് അറിയിച്ചു. UPSC ഓൾ ഇന്ത്യ സിവിൽ സർവീസ് പരീക്ഷയിൽ 786 റാങ്കോടുകൂടി പാസ്സായ മുത്തർത്തിക്കര കോടിയത്ത് ഗോപിയുടെയും ജയയുടെയും മകളായ ഗംഗയെ KK രാമചന്ദ്രൻ MLA വീട്ടിലെത്തി അനുമോദിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പാകരൻ, ഷീന പ്രദീപ്, പുരുഷൻ തുടങ്ങിയവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ആലുവയിൽ നടന്ന കൊച്ചി സിമ്മത്തോണിൽ 1 കിലോമീറ്റർ നീന്തൽ മത്സരത്തിൽ പുരുഷന്മാരുടെ ഓപ്പൺ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ അങ്കമാലി സെന്റ് പാട്രിക് സ്കൂൾ +2 വിദ്യാർത്ഥി ജോൺ ജോബിയെ ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദി ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ, ചെയർമാൻ വിൽസൺ മേച്ചേരി, സെക്രട്ടറി TJ ആസാദ്, വാർഡ് കൗൺസിലർ ദീപു ദിനേശ് എന്നിവർ സംബന്ധിച്ചു. നന്ദിപുരം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി തന്ത്രി അഴകത്ത് മനക്കൽ ശ്രീ മാധവൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് പ്രൊഫസർ സരിത അയ്യർ നടത്തിയ പ്രഭാഷണമുണ്ടായി. ഉത്സവത്തിൻ്റെ ഭാഗമായി നിത്യേന രാവിലെ എഴുന്നള്ളിപ്പും വൈകിട്ട് വിളക്കിനെഴുന്നള്ളിപ്പും നിറമാല ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കും. ഏപ്രിൽ 27-നാണ് ഉത്സവം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അസം സ്വദേശി അമിത് പിടിയിൽ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 18,000 പൂരപ്രേമികൾക്ക് അധികമായി സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. BKMU മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. തൃശൂർ അഞ്ചേരിച്ചെറിയിൽ പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടാ സംഘാംഗങ്ങളെ പോലീസ് പിടികൂടി. ചൊവ്വാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ തൃശൂർ മൃഗശാലയിൽ കനത്ത നാശം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.